ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ് കേട്ടോ. വ്ളോഗാണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ചിക്കൻ വെച്ചിട്ട് കുക്കറിൽ ഷവായ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ ഒരു ഫുൾ ചിക്കൻ എടുത്തുക്കണം. കണ്ടോ, ഫുൾ ചിക്കൻ. ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞാൽ 2 മണിക്കൂർ വിനാഗർ ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ 2 മണിക്കൂർ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് ആ വെള്ളത്തിൽ നിന്ന് 2 മണിക്കൂർ വെള്ളത്തിൽ വെച്ചിട്ട് പിന്നെ അതിന് മാറ്റി എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്തൊക്കെയാ ചോദിച്ചാൽ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ അറബിക് മസാല ഉണ്ടാക്കണം. അത് ഞാൻ സ്പെഷ്യലായിട്ടൊന്ന് ഉണ്ടാക്കണേ. പിന്നെ നമുക്കതിൽ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് ഇതൊക്കെ കേട്ടോ. ഷവായിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളത് ടൊമാറ്റോ, ഒണിയൻ, ചപ്പ്, പച്ചമുളക്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ഇത് അറബിക് മസാല ഒന്ന് പൊടിച്ചെടുത്തു. അത് ഞാൻ ഉള്ളിൽ ഫില്ല് ചെയ്യണ ഇതിലും കുറച്ച് ഇതാക്കണം കേട്ടോ. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് യൂസ് ചെയ്യുന്നുണ്ട്. അത് വേണമെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമുക്ക് ചിക്കനിൽ മസാല പുരട്ടിയിട്ട് മാറ്റി വെക്കട്ടോ. നമ്മൾ മസാല ചെയ്യുന്നതിൻ്റെ മുന്നേതാ ഈ ചിക്കനെ ഇങ്ങനെ ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കട്ടോ. മസാല ഉള്ളിലേക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് അവിടെ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ കുത്തൊക്കെ കൊടുത്ത് കണ്ട് ഇതാക്കി ചിക്കൻ കേട്ടോ. പാവം നല്ല രസമൊക്കെയാണ്. ഇനി നമ്മളിതിലും മസാല ഇതാക്കി കൊടുക്കുകയാണ്. അപ്പം നേരത്തെ കാണിച്ചു തന്നതിന് കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അറബിക് മസാല, അതേപോലെ ലെമണിൻ്റെ നീര് വേണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. മസാലകളൊക്കെ മിക്സ് ചെയ്ത് പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ആഡാക്കിയിരുന്നു കേട്ടോ. നേരത്തെ തന്നെ അത് കാണിച്ചു തന്നിട്ടില്ലേന്. അതും ഈ മസാലയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളത് ചിക്കനിൽ തേച്ച് പിടിപ്പിക്കുക. മസാലയൊക്കെ തേച്ചിട്ട് നമ്മളിത് 2-3 മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ. ഇങ്ങോട്ട് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മസാലയൊക്കെ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പിടിക്കണത് വലിയ ചിക്കനുമാണ്. അപ്പോൾ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. മസാലയൊക്കെ അതിൽ പുരട്ടുള്ളടത്തും ഫില്ല് ചെയ്തേക്കണേ. എല്ലാ ഭാഗവും ഫില്ലാക്കി വെച്ചിട്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഉള്ളി, തക്കാളി, ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെക്കാനുള്ളതാണ്. ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇനി ഇത് അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് ഈ ഇലൻ്റെ പേരെന്താ എനിക്കറിയില്ല. ഇതിൻ്റെ പച്ച ഇല ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇത് ഉണങ്ങിയ ഇല എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതേപോലെ ഒരു 3-4 പച്ചമുളക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കീറി കൊടുത്തിട്ട് അതിട്ട് കൊടുക്കുക. ഇപ്പം ഇതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഫില്ല് ചെയ്തു കേട്ടോ, ഫുള്ള് ഫില്ല് ചെയ്തു. പക്ഷേ ഇനി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഈ 2 കാലൊന്ന് കെട്ടി കൊടുക്കണം. അതേപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതൊക്കെ ഫില്ല് ചെയ്തില്ലേ, ജസ്റ്റ് ഒന്ന് നൂലുകൊണ്ട് അവിടെ നിന്ന് തുന്നി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇനി അതൊക്കെ പുറത്തേക്ക് വരുമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇനി നമുക്ക് ഇതൊരു കുട്ടപ്പനായിട്ടാണ്. ഇനി നമ്മൾ അടുത്തത് ഒരു 3 മണിക്കൂർ ഫ്രിഡ്ജിലോ ഇവിടെ എവിടെയെങ്കിലും വെച്ചാലും മതി. ഒരു 3 മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട്. ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടോ. ഇനി ഫ്രിഡ്ജിൽ വെക്കട്ടെ. അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് കുക്കറിലാണ് കുക്ക് ചെയ്ത് വരുന്നത്. എന്നിട്ട് അത് കുറച്ചൊരു ഓയിൽ ഉപയോഗിക്കും. അപ്പം ഗൈസ് ഇത് നമ്മൾ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് കേട്ടോ. ഇനി കുക്ക് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിതേക്ക് കുറച്ച് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. കുറേയൊന്നും വേണ്ട, കുറച്ച് ഓയിൽ ഉപയോഗിക്കാത്താണ് നല്ലത്. തീയൊന്ന് സ്ലോ ആക്കട്ടെ. തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ മസാലയൊക്കെ പുരട്ടി വെച്ച ചിക്കനെ ഇനി കുക്കർക്ക് ഇറക്കി വെക്കണം കേട്ടോ. അതേപോലെ ഈ മസാല
ഗ്രേവി ബാക്കിയുള്ളത് അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിൽ വേറെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ചൂട് വിയർത്തു. അപ്പം നമ്മളത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 20 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്ത് വരാൻ 20 മിനിറ്റൊക്കെ എടുക്കും. എന്തായാലും 2 വിസിലാണ്. നമ്മൾ കുക്കർ ഓപ്പൺ ആക്കി നോക്കി കേട്ടോ. 2 വിസിലടിച്ചോ. ചിക്കൻ ഇതാ വെന്തിട്ടുണ്ട്. പിന്നെ അതിൽ വെള്ളം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. എന്നിട്ടും ചിക്കൻ മെന്ന് ഇറങ്ങിയ വെള്ളം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ആ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ പാൻ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ മൊരിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമുക്ക് അതിൽ വന്ന ബാക്കി വെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കും വേണം. നമ്മളതൊരു ചട്ടിയൊക്കെ മാറ്റിയിട്ട് ഒന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ആ വെള്ളമില്ല അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിങ്ങനെ വറ്റിച്ചെടുക്കുക, മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൻ്റെ ഒരു സൈഡ് ഇപ്പം മറിച്ചെടുത്തു കേട്ടോ. മൊരിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതായി തുടങ്ങി കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കാണിക്കാം ഗ്രേവി. അപ്പോൾ നമ്മൾ കുക്കർ ഷവായി റെഡി ആയിട്ടോ. അപ്പം ഇങ്ങനെയാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഗ്രേവി കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചെടുത്ത് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. കാണാനും നല്ലത്, ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റ്. ചിക്കനൊക്കെ നല്ല വെന്തിക്കണ്. ജസ്റ്റ് ആവുന്ന തൊട്ടപ്പോത്തിന് ഇങ്ങനെ പോകുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല രസമുണ്ട്.